കർത്തൃദിനം, ശ്രേഷ്ഠദിനം, ആരാധനക്കു വിശുദ്ധദിനം. ഹല്ലേലൂയ ഗാനം ചൊല്ലി ഹൃദയങ്ങൾ വാഴ്ത്തിടാം. ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തെ വീണ്ടും സ്തുതിക്കുന്നു. ഒരു വലിയ നോമ്പും പുനരുത്ഥാന പെരുന്നാളും അനുഗ്രഹകരമായി പൂർത്തീകരിച്ച് ഒരാഴ്ച കൂടെ ജീവിതത്തെ നമുക്കായിട്ട് നീട്ടിത്തന്ന ആ ദൈവകരുണയെ നമുക്ക് ഓർക്കാം. വിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 1-ാം വാക്യം ഇപ്രകാരം പറയുന്നു: നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. നമ്മുടെ ഹൃദയ വിചാരങ്ങളെ മനസ്സിലാക്കി തമ്പുരാൻ നമുക്ക് നൽകിത്തന്ന വലിയ ഒരു ഉപദേശം. ഇന്നുള്ള അനേകരുടെ അവസ്ഥ വ്യത്യസ്തങ്ങളാണ്. നഗരങ്ങളെന്നോ നാട്ടിൻപുറങ്ങളെന്നോ വ്യത്യാസമില്ലാതെ എവിടെയും ആകുലതയിലും മാനസിക സംഘർഷത്തിലും കഴിയുന്നവർ അനേകർ. കാരണങ്ങൾ പലതാണ്. തകരുന്ന ആരോഗ്യവും കൂടപ്പിറപ്പായി കടന്നുപറ്റിയ ചില രോഗങ്ങളും ആവാം. കുടുംബ ജീവിതത്തിലെ പൊരുത്തക്കേടുകളും അവ ഉളവാക്കുന്ന പൊട്ടിത്തെറിക്കലുകളും അനുഭവപ്പെടുന്നവർ അനേകരാണ്. ബാഹ്യമായ സുഖ സൗകര്യങ്ങൾ ആവശ്യത്തിൽ ഏറെ, പക്ഷേ ഹൃദയത്തിന് യാതൊരു സ്വസ്ഥതയുമില്ല എന്ന് പറയുന്നവരും ഉണ്ട്. സാമ്പത്തിക ഭദ്രതയുണ്ട്, മക്കൾ നല്ല നിലയിലുമാണെങ്കിലും വാർദ്ധക്യത്തിലെത്തിയ പിതാവിന് സ്വസ്ഥതയില്ല. കാരണം താൻ ഇന്ന് ആരുമല്ല ഏതുമല്ല എന്ന് തോന്നുമാറ് അവഗണിക്കപ്പെട്ട ഒരവസ്ഥാവിശേഷം. ഒരിക്കൽ ഒരു ഡോക്ടറെ സമീപിച്ച ഒരു സ്ത്രീ വളരെ അസ്വസ്ഥയായി കാണപ്പെട്ടു. കാരണം ഒരു മാരകമായ രോഗം അവൾക്കുണ്ടോ എന്നുള്ള ഭയമാണ്. ആ രോഗത്തിൻ്റെ പേരും പറഞ്ഞു. ഡോക്ടർ മറുപടി പറഞ്ഞു, ആ രോഗം നിങ്ങൾക്കില്ല. പ്രത്യക്ഷത്തിൽ ആ രോഗം യാതൊരു അസുഖവും വരുത്തുന്നതുമല്ല. സ്ത്രീ പറഞ്ഞു, അത് തന്നെയാണ് എൻ്റെ പ്രശ്നം. എനിക്ക് ബാഹ്യമായി യാതൊരു അസുഖവും തോന്നാത്തത് കൊണ്ടാണ് എനിക്ക് ഭയം. ഇങ്ങനെ ഇല്ലാത്ത കാര്യങ്ങളെ ഭാവനയിൽ സങ്കല്പിച്ച് മാനസിക സംഘർഷത്തിൽ എത്തുന്നവരും ഉണ്ട്. ഇപ്പോഴേ കേരളത്തിൽ ഒരു നിയമസഭാ ഇലക്ഷൻ കഴിഞ്ഞു. ആര് ജയിക്കും, ആര് ഭരിക്കും? വോട്ട് ചോദിച്ചു വന്നവർക്കും പറയാൻ ധൈര്യമില്ല. വോട്ട് ചെയ്തേച്ചു വന്ന എനിക്കുമില്ല, നിങ്ങൾക്കുമില്ല. ഒരു അനിശ്ചിതത്വം. ഇനിയും അത് എണ്ണിത്തിട്ടപ്പെടുത്തി അതിൻ്റെ ഫലം വരുന്നത് വരെ ചർച്ചകളുടെ ഘോഷയാത്ര. നമ്മുടെ മനസ്സും അതിനനുസരിച്ച് ചഞ്ചലപ്പെട്ടുകൊണ്ടിരിക്കും. തീരുമാനം പിന്നാലെ അറിയാൻ പറ്റും. ഇവിടെ ആകുലതകളും മറ്റും വരുത്തുന്ന രോഗങ്ങൾ അനവധിയാണ്. ഉറക്കമില്ലായ്മയും ദഹനക്കേടും രക്തസമ്മർദ്ദവും ഹൃദ്രോഗങ്ങളും, ഇങ്ങനെ ഒരു നീണ്ട പട്ടിക തന്നെ അതിനുണ്ട്. ഇവിടെയാണ് തമ്പുരാൻ നമ്മളെ ഓർപ്പിക്കുന്നത്: നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. 3 കാര്യങ്ങൾ നിങ്ങളുടെ ചിന്തയിലേക്ക് കൊണ്ടുവരികയാണ്. 1, ഫെയ്ത്ത് ഇൻ ദ ഡിവൈൻ പ്രോവിഡൻസ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ദിവ്യ പരിപാലനത്തിലും പിതൃവിചാരണയിലുമുള്ള വിശ്വാസം. തമ്പുരാൻ സൃഷ്ടി പൂർത്തീകരിച്ച ശേഷം ദൂരെ എവിടെയോ മാറിയിരിക്കുന്നവനല്ല. അവിടുന്ന് ചരിത്രത്തിൽ വ്യാപരിച്ച് ചരിത്രത്തെ നിയന്ത്രിച്ച് പ്രപഞ്ചത്തെ മുഴുവൻ അവിടുത്തെ ഇച്ഛാശക്തിയാൽ നിയന്ത്രിച്ച് പരിപാലിച്ച് നമ്മുടെ കൂടെയുള്ള ദൈവമാണെന്നുള്ള ഒരു ബോധ്യം. അതെ, നമുക്ക് വേണ്ടി കരുതുന്നവനും സകലതും നമുക്ക് വേണ്ടി മുന്നമേ ഒരുക്കുന്നവനുമായ ദൈവത്തിലുള്ള വിശ്വാസം ആകുലതയെ നമ്മിൽ നിന്ന് അകറ്റുക തന്നെ ചെയ്യും. രണ്ടാമതായി, ദൈവത്തിൻ്റെ ദിവ്യ സാന്നിധ്യത്തിലുള്ളതായ ഒരു വിശ്വാസം. നിങ്ങൾക്ക് സമാധാനം എന്ന് ആശംസിക്കുന്ന കർത്താവിനെ നാം ഓർക്കുകയും യഹോവയെ നിന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും, സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും നീ സമീപസ്ഥനാകുന്നു എന്ന് പറയുന്ന സങ്കീർത്തനക്കാരനെയും ഒക്കെ നമ്മൾ ഓർക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ ദിവ്യ സാന്നിധ്യത്തെക്കുറിച്ച് നമുക്ക് ബോധ്യം വരുന്നു. രാത്രിയിലും പകലിലും എല്ലാ സമയത്തും കൂടെയുള്ളവന്, ഏകാന്തതയിൽ കൂട്ടായ്മ നൽകുന്നവന്, വേദനയുടെ നടുവിൽ ധൈര്യം പകരുന്നവന്, രോഗത്തെ നീക്കുവാൻ ശക്തിയുള്ളവന്, വീഴ്ചയിൽ നിന്ന് തൻ്റെ ബലമുള്ള ഭുജത്താൽ എഴുന്നേൽക്കുന്നവന്,
നിരാശയാൽ പ്രത്യാശ പകരുന്നവന്, കയ്പിനെ മധുരമാക്കുന്നവന് അവന്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് സങ്കീർത്തനക്കാരൻ പാടുന്നു. പ്രിയമുള്ളവരെ, പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് മാനസിക സംഘർഷത്തിൽ കഴിഞ്ഞ പൗലോസ്ലീഹായ്ക്ക് രാത്രിയിൽ ദിവ്യദർശനമുണ്ടായി. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ആ ദൈവം നമ്മോട് കൂടെയുണ്ട് എന്ന് ഉറപ്പിക്കുക. മൂന്നാമത്, ദിവ്യശക്തിയിലുള്ള വിശ്വാസം. അവിടുത്തെ സാന്നിധ്യമുണ്ടെന്ന് മാത്രമല്ല, ഏത് വിപരീത അനുഭവത്തെയും അതിജീവിക്കുവാൻ നമ്മെ അത് പ്രാപ്തരാക്കുമെന്നും നാം ഓർക്കേണ്ടതാണ്. അജയ്യമാണ് തമ്പുരാന്റെ ശക്തി. പൈശാചിക ശക്തികളെ പരാജയപ്പെടുത്തി മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രുവായ മരണത്തെയും കീഴ്പ്പെടുത്തിയവനാണ് നമ്മുടെ കർത്താവ്. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട് എന്ന് വെളിപാട് പുസ്തകത്തിൽ നാം വായിക്കുന്നു. ഇന്ന് നമ്മെ പിടികൂടിയിരിക്കുന്നത് ഒരു പരാജയ ബോധമാണ്. തിന്മയോടുള്ള പോരാട്ടത്തിൽ നാം അശക്തരാണ്. എത്ര തന്നെ ശ്രമിച്ചിട്ടും പാപത്തെ ജയിക്കുവാൻ നമുക്ക് കഴിയുന്നില്ല. ദൈവത്തിൻ്റെ ദിവ്യശക്തിയെക്കുറിച്ചുള്ള അവബോധമാണ് നമുക്കുണ്ടാകേണ്ടത് എന്ന് ഓർപ്പിക്കുകയാണ്. നമ്മുടെ ബലഹീനതകളിലും പ്രലോഭനങ്ങളിലും തമ്പുരാന് നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളതായ ബോധ്യം, ആ ശക്തി നമുക്ക് അനുഭവവേദ്യമായി തീരട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. എന്നെ ശക്തനാക്കുവാൻ നിമിത്തം ഞാൻ സകലത്തിലും മതിയാകുന്നെന്ന് ഫിലിപ്പിയ ലേഖനത്തിലും നാം കാണുന്നു. പ്രിയമുള്ളവരെ, ആകുലതകളെ അതിജീവിച്ച് ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും മാർഗത്തിലെത്തുവാൻ, വിശ്വാസത്തിൻ്റെ നങ്കൂരം മുറുകെ പിടിക്കുവാൻ നമുക്ക് ശ്രമിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ജോൺ ബോൾ കോറപ്പിസ്കോപ്പ അച്ഛൻ.